ആന്റണി, ഇത്തവണ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കശ്മീർ എന്ന് പറയുന്ന ഒരു മേഖല തിരിച്ച് ജീവിതത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക്, ഈ രാജ്യത്തെ മറ്റ് ജനങ്ങളെ പോലെ സാധാരണ മട്ടിൽ ജീവിക്കാൻ തുടങ്ങിയ ഒരു സമയത്ത്, അവരുടെ ഏറ്റവും നല്ലൊരു സമയത്താണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തി ജനങ്ങളെ മുഴുവൻ ഭിന്നിപ്പിക്കാൻ തക്ക വിധത്തിൽ അങ്ങനെ ഒരു ലക്ഷ്യം കൂടി അതിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ആക്രമണം നടത്തിയത്, ആ ആക്രമണത്തിൽ ഇന്ത്യ ഒന്നിച്ചു നിന്നതും കശ്മീരിലെ ജനങ്ങൾ സാധാരണഗതിയിൽ നേരത്തെ എൽദോ പറഞ്ഞതുപോലെ തീവ്രവാദികൾക്ക് പിന്തുണ കൊടുത്ത് അല്ലെങ്കിൽ തീവ്രവാദികളെ ഒളിച്ചിരിക്കാൻ സ്ഥലം കൊടുത്തിരുന്ന ഒരു സ്ഥലത്ത് അവർ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇവിടെ ഇത് പറ്റില്ല എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ ആർമിക്ക് നമ്മൾ തെരുവുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ANI പലയിടത്തെയും ദൃശ്യങ്ങൾ തരുന്നുണ്ട്. തെരുവുകളിൽ ഇറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നു. അതായത് ഈ ഒരു ആക്രമണം കശ്മീരികൾ അടക്കം ഈ രാജ്യത്തെ സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. അത് ഒരു കണ്ടില്ല ഈ ദൃശ്യങ്ങൾ, അതാണ് ഈ കാണുന്ന ആവേശം. അത് ഒരു പക്ഷേ ചെറുപ്പക്കാർ ശ്രദ്ധിക്കുക. അതെ, ഏത് തരത്തിലാണെങ്കിലും മറുപടിക്ക് കാത്തിരുന്നവർ അത് ഏത് തരത്തിലാണ് ആഘോഷിക്കുക എന്നുള്ളത്, അത് കൃത്യമായും ഭീകരവാദികളെ മാത്രം ലക്ഷ്യമിട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഭിമാനിക്കേണ്ട കാര്യം കൂടി. നമ്മുടെ നാട്ടിൽ ജീവൻ വെടിഞ്ഞത് സാധാരണക്കാരാണ്. നമ്മൾ സാധാരണക്കാർ ലക്ഷ്യമിട്ടിട്ടില്ല. നമ്മൾ ലക്ഷ്യമിട്ടത് ഭീകരവാദികളെ മാത്രമാണ്. ഭീകര കേന്ദ്രങ്ങളെ മാത്രം, ഭീകരവാദികളെ മാത്രം. അങ്ങനെ ആക്രമണം നടത്താൻ അറിയാം ഇന്ത്യക്ക് എന്നൊരു സന്ദേശം അത് ഈ സമയത്ത് എത്രത്തോളം നമ്മൾ ലോകത്ത് പലയിടത്തും യുദ്ധവും ആക്രമണവും ഒക്കെ കാണുമ്പോൾ സമാധാനമാണ് ഇന്ത്യയുടെ ലക്ഷ്യം എന്നുകൂടി പറഞ്ഞു വെക്കുന്നില്ലേ ഈ അറ്റാക്ക്? നമ്മുടെ ഇന്ത്യയുടെ ഒരു വിദേശ നയവും നമ്മുടെ പ്രതിരോധ നയവും നമ്മൾ നോക്കിയാൽ നമുക്ക് അറിയാം, നമ്മൾ ആരെയും അങ്ങോട്ട് കയറി ഇതുവരെ ആക്രമിച്ചിട്ടില്ല. അത് നമ്മുടെ ഒരു ചരിത്രമാണ്. അപ്പൊ നമ്മള് അങ്ങനെയുള്ള ഒരു ചരിത്രം പേറുന്ന ഒരു രാജ്യം എത്ര തവണയാണ് പാകിസ്ഥാന്റെ ആക്രമണത്തിന് വിധേയമായത്? പാകിസ്ഥാന്റെ ആക്രമണത്തിന് നമ്മൾ ഇതിനകം തന്നെ 4 തവണ വിധേയരായി കഴിഞ്ഞു. ഇത് 4 തവണയും പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയമോ അല്ലെങ്കിൽ അവർ പിന്തുടരുന്ന നമുക്കെതിരായിട്ടുള്ള ഇന്ത്യ വിരുദ്ധമായ നിലപാടിൽ നിന്നും ആരംഭിച്ച ആക്രമണങ്ങളാണ് അവയെല്ലാം. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു യുദ്ധരാഷ്ട്രമല്ല, നമ്മൾ ബുദ്ധന്റെയും മഹാത്മാഗാന്ധിയുടെയും ഒക്കെ ആദർശങ്ങൾ പിന്തുടരുന്ന ഒരു രാഷ്ട്രമാണ്. അങ്ങനെ രാഷ്ട്രത്തിന് യുദ്ധം ചെയ്യാൻ പറ്റില്ല. എന്നാൽ നമ്മൾ ഇവിടെ കാണുന്നത് എന്താ? നമ്മൾ വി ആർ ഫോഴ്സ്ഡ് ടു അറ്റാക്ക്, വി ആർ ഫോഴ്സ്ഡ് ടു റെസ്പോണ്ട്. നമ്മൾ നിർബന്ധിക്കപ്പെടുകയാണ്. നമ്മൾ അങ്ങനെ നിർബന്ധിക്കപ്പെടുമ്പോൾ പോലും ഇപ്പോൾ പോലും നമ്മൾ പറയുന്നത് എന്താണ്? വി ആർ റെസ്പോണ്ടിങ് റെസ്പോൺസിബിളി. നമ്മൾ പ്രതികരിക്കുന്നത് ഉത്തരവാദിത്വത്തോടു കൂടിയിട്ടാണ്. അതായത് നമ്മൾ സിവിലിയന്മാരെ കൊല്ലാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ ലോകത്തിനും രാഷ്ട്രത്തിനും ആപൽക്കാരികളായിട്ടുള്ള ഭീകരന്മാരെയും അവരുടെ കേന്ദ്രങ്ങളെയുമാണ് നമ്മൾ ആക്രമിക്കുന്നത്. അത് ഈ ഭീകരതയോട് കാശ്മീർ വാസ്തവത്തിൽ വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. അഭൂതപൂർവമായി കാശ്മീരിലെ ജനങ്ങൾ ഭീകരതയോട് വിട പറഞ്ഞുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പങ്കെടുത്തുകൊണ്ട് അവര് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് സമാധാനപൂർണമായ ജീവിതം ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. അതിനെ തുടർന്ന് നമുക്കറിയാം വളരെ വളരെ ശക്തമായ രീതിയിൽ ടൂറിസം. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ടൂറിസത്തെ തിരഞ്ഞെടുത്തത്? ടൂറിസം എന്ന് പറയുന്നത് കാശ്മീര് നോർമാലിറ്റിയിലേക്ക്, സാധാരണഗതിയിലേക്ക് തിരിച്ചു വരുന്നു. അവിടുത്തെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുന്നു. അവരങ്ങനെ ജീവിതം മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഭീകരതയ്ക്ക് ഇടമില്ലാതാകും. കാശ്മീർ എന്ന് പറയുന്ന അജണ്ട പാകിസ്ഥാനിൽ തകർക്കപ്പെടും. ഇവിടെ സ്വതന്ത്രമായി ജനാധിപത്യപരമായി സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന ഒരു ഇടമാണ് നമ്മുടെ ജമ്മു കാശ്മീർ എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് വന്നാൽ അത് ആപത്താണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഒരു ജിഹാദി ജനറലിസ്റ്റായ അസിം മുനീർ ഈ ഭീകരതയ്ക്ക് വളം വെച്ചു കൊടുത്തുകൊണ്ട് ലഷ്കർ-ഇ-തയ്യബയുടെ TRF എന്ന് പറയുന്ന അവരുടെ ഒരു ചെറിയ സംഘത്തെ അയച്ചുകൊണ്ട് നമ്മുടെ സമാധാനം ഭഞ്ജിച്ചത്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ആ ആക്രമണത്തെ പോലും നമ്മൾ എങ്ങനെയാ നേരിട്ടത്? ആ ആക്രമണത്തെ കാശ്മീരിന്റെ ചരിത്രത്തിൽ ആദ്യമായി 30 വർഷത്തിലെ ഈ സംഘർഷങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി അവിടുത്തെ ജനങ്ങൾ, ഹുറിയത്ത് ഉൾപ്പെടെ അവിടുത്തെ ജനങ്ങളും സംഘടനകളും പാർട്ടികളും ഗ്രൂപ്പുകളും എല്ലാം ഒരേപോലെ വന്ന് ഹർത്താൽ ആചരിക്കുകയും റാലികൾ നടത്തുകയും പ്രതികരിക്കുകയും ചെയ്തു പാകിസ്ഥാന്റെ പിന്തുണയോട് നടത്തിയ ഈ നൃശംസമായ ആക്രമണത്തോട് പ്രതികരിച്ചുകൊണ്ട്. അതുമാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ ഇന്ത്യൻ ജനത ഒട്ടാകെ ഇത് തിരിച്ചടിക്കണം. അങ്ങനെ തിരിച്ചടിക്കുന്ന മാത്രമല്ല, ആ ജനങ്ങളുടെ ഒരു ചിന്തയെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിലാണ് പ്രധാനമന്ത്രി പ്രഖ്യാപനം നടത്തിയത്. പ്രധാനമന്ത്രി പറഞ്ഞു,
ഞങ്ങൾ ഇതിൽ വേദനിക്കുന്നു, ഞങ്ങൾക്ക് മുറിവേറ്റിട്ടുണ്ട്, ഞങ്ങളുടെ ജനതയെ ഭിന്നിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തെ ജനങ്ങൾ അംഗീകരിക്കില്ല, അവർ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ആക്രമണം നടത്തിയവരെയും ആ ആക്രമണത്തിന് പിന്തുണ നൽകിയവരെയും ഞങ്ങൾ ശിക്ഷിക്കും. അവർ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നാലും, അതാണ് ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നാലും, ഈ അതിർത്തിയുടെ അടുത്ത് കിടക്കുന്ന കേന്ദ്രങ്ങൾ മാത്രമല്ല, പാകിസ്ഥാന്റെ ഉള്ളിലോ അല്ലെങ്കിൽ പുറത്തോ ഇരിക്കുന്ന എവിടെയാണെങ്കിലും ഞങ്ങൾ ആക്രമണം നടത്തുമെന്ന് പറഞ്ഞു. ആ ആക്രമണം നടത്തിക്കൊണ്ട് അതിന് വേണ്ടിയിട്ട് കൃത്യമായ പദ്ധതികളാണ് നമ്മുടെ ഗവൺമെന്റ് ആവിഷ്കരിച്ചു കൊണ്ടുവന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള മന്ത്രിസഭാ സമിതികൾ കൂടുന്നു, വ്യത്യസ്തങ്ങളായിട്ടുള്ള സേനാ വിഭാഗങ്ങളുമായി ചർച്ച നടത്തുന്നു, നമ്മൾ പഠനം നടത്തുന്നു. അങ്ങനെ നമ്മൾ പഠനം നടത്തി ആരെ എവിടെയൊക്കെ ഉണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അത് പാകിസ്ഥാന് കൃത്യമായി മനസ്സിലാവുകയും ചെയ്തു. കൃത്യമായ അടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഇതാ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട്, ആ ആണവായുധം ഞങ്ങൾ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുമെന്ന്. അത് അവർക്കൊരു ബൂമറാങ്ങായി, അവർക്കതൊരു തിരിച്ചടിയായി അന്തർദേശീയ തലത്തിൽ മാറുകയും ചെയ്തു. പാകിസ്ഥാന്റെ മന്ത്രിമാരുടെ വാക്കുകൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ശ്രീ ജോസഫ് ആന്റണി, ഒരു നിമിഷം തുടരുക. ഇപ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ കൂടി നമ്മുടെ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഇന്ദ്രബാലൻ, ഈ നമ്മൾ കാത്തിരുന്ന ഒരു നിമിഷം എന്നൊക്കെ ഇന്ത്യക്കാർക്ക് പറയേണ്ടി വരും. അത്രമാത്രം വൈകാരികമായി ഇന്ത്യ ഏറ്റെടുത്തതാണ് ഈ കാര്യം. അതിൽ ഒരു മറുപടി എന്നോണം അത് ഭീകരവാദികൾക്ക് നേരെയുള്ള ആക്രമണം മാത്രമാണ് എന്നുള്ളത് വ്യക്തമാകുമ്പോൾ കൂടുതൽ സന്തോഷം പകരുകയും ചെയ്യുന്നു. സാധാരണക്കാർക്ക് അതിൽ ആപത്തുണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പഹൽഗാം അറ്റാക്ക് നടന്ന ആ ദിവസം അന്ന് മേജർ ജനറൽ ഇന്ദ്രബാലൻ നമ്മുടെ ഫോണിൽ വന്നപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ച സമയത്ത് പറഞ്ഞിരുന്നു, ആരതിയുടെ ധൈര്യത്തെ പറ്റി അദ്ദേഹം സംസാരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ന് ആരതി പറയുന്നു ഇതിലും നല്ലൊരു മറുപടി കൊടുക്കാനില്ല. ആ 26 കുടുംബങ്ങൾക്ക് ഒരു ക്ലോഷർ, അത് ഈ രാജ്യത്തിന്റെ ഉത്തരവാദിത്വമായിരുന്നു അല്ലെ മേജർ? യെസ്, ഈ സ്ട്രൈക്ക് ഡെഫിനറ്റ്ലി ടെറർ അറ്റാക്കിൻ പെഹൽഗാമിന്റെ ഒരു മറുപടിയാണ്, ഒരു സ്ട്രോങ് മറുപടിയാണ്. നമ്മൾ അവരുടെ ടെറർ സൈറ്റ്സിനെയും ടെറർ ഇൻഫ്രാസ്ട്രക്ചറിനെയും നമ്മൾ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇന്ത്യ ഹാസ് ബീൻ വെരി കാലിബ്രേറ്റഡ്, വെരി കെയർഫുൾ നോട്ട് ടു എസ്കലേറ്റ്. കാരണം ഇന്ത്യ is not a war-mongering country. We believe in peace, but we want to destroy terror. അത് വെച്ചിട്ട് we have stuck using air missiles. ഇത് എയർ അറ്റാക്ക് അല്ല. നമ്മുടെ കുറെ TV ചാനൽ റിപ്പോർട്ട്സ് ഉണ്ട് എയർ അറ്റാക്ക് ആണെന്ന്. ദിസ് ഈസ് നോട്ട് an air attack. എയർ അസെറ്റ്സിനെ ഉപയോഗിച്ചിട്ട് possibly we have used Mirage, possibly we have used some other aircraft. അതിന്റെ ഉള്ള ബോംബ്സും മിസൈൽസും precision guided ബോംബ്സും മിസൈൽസും ഉപയോഗിച്ചിട്ട് stand-off attack parayumbodine. The stand-off attack is from own side of Indian territory. I don't think our aircrafts have crossed the border. This has happened by stand-off attack and precision attack. ഇന്ത്യയുടെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആകാശത്തിൽ നിന്നുകൊണ്ട് തന്നെ വ്യോമസേനയുടെ ആക്രമണം, ഒപ്പം ഇന്ത്യൻ സമുദ്ര അതിർത്തിയിൽ നിന്നുകൊണ്ട് തന്നെ നാവികസേനയുടെ ആക്രമണം, ഇന്ത്യയുടെ കരയിൽ ഇന്ത്യയുടെ മണ്ണിൽ നിന്നുകൊണ്ട് സൈന്യത്തിന്റെ ആക്രമണം, മൂന്നും ചേർന്നുകൊണ്ടുള്ള സംയുക്തമായിട്ടുള്ള ഒരു പദ്ധതി വളരെ ആസൂത്രിതമായി പരിഷ്കരിച്ച് നടപ്പാക്കിയെന്നല്ലേ? കറക്റ്റ്. ഇപ്പൊ പാകിസ്ഥാൻ അവരുടെ മിസൈൽ എന്താണ്? അവരുടെ മിസൈലാണ് ടെറർ. അവർക്ക് ടെക്നോളജി ഇല്ല. അവർക്ക് they are a nation which has gone rogue.